ഇറാനിൽ യുദ്ധമാണ്, അമേരിക്ക യുദ്ധത്തിലാണ്, ഇസ്രായേൽ യുദ്ധത്തിലാണ്, തായ്വാൻ ഏത് നിമിഷവും യുദ്ധത്തിൽ ഏർപ്പെടാൻ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും യുദ്ധത്തിലാണ്, കൊളംബിയയും തായ്ലാന്റും യുദ്ധത്തിലാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യം, റഷ്യയും യുക്രൈനും അടക്കം. അങ്ങനെ ലോകമെമ്പാടും യുദ്ധസജ്ജമാകുമ്പോൾ ഇന്ത്യയിൽ എന്താണ് സുരക്ഷിതത്വം എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സുരക്ഷിതത്വം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ ഇന്ത്യയും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടേക്കാം, ഒരുപക്ഷെ അത് പാകിസ്ഥാനുമായിട്ടായിരിക്കാം. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന പുത്തൻ ആയുധത്തിന്റെ പരീക്ഷണം നടക്കാൻ പോവുകയാണ്. എയർ ടു സർഫസ് സ്റ്റാൻഡേർഡ് ഓഫ് ആയുധമായിട്ടുള്ള ഭൗമി എന്ന മിസൈലിന്റെ പരീക്ഷണമാണ് ഉടൻ നടക്കുക. ഇതിന്റെ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് പരീക്ഷണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. വ്യോമസേനയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനവുമായി ഭൗമിയെ സംയോജിപ്പിക്കുന്നതിനുള്ള പരിശോധനകളാണ് ഉടൻ നടക്കാനായി പോകുന്നത്. ഇതിനുശേഷം ഈ മിസൈലിനെ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന പരീക്ഷണങ്ങൾ നടക്കും. ഇന്ത്യയുടെ മുന്നണി പോരാളിയായിട്ടുള്ള യുദ്ധവിമാനമാണ് സുഖോയ് 30 MKI. ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളെ മാരകമാക്കുന്ന ഒരു ആയുധം തന്നെയാണ് ഭൗമി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മിസൈലുകൾ ബ്രഹ്മോസ്, അഗ്നി, പിനാക, അങ്ങനെയുള്ള പല മിസൈലുകളുമുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഭൗമിയും ഇപ്പോൾ ഇടം പിടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മിസൈലിന് അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭൂമിയിൽ നിന്നുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഭൗമി എന്ന പേര് ഇതിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായിട്ടുള്ള DRDO ആണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രഹര പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ട് തന്നെ അവരുടെ കമാൻഡ് സെന്ററുകൾ, അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ബങ്കറുകൾ, പാലങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് ആയുധമാണിത്. ഏകദേശം 500 കിലോ മുതൽ 1000 കിലോ വരെ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഇതിന് സാധിക്കുമെന്നുള്ളതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത. ഇതിന്റെ ഏകദേശം പ്രഹര പരിധി 100 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയാണെന്ന് കരുതപ്പെടുന്നു. ഭാവിയിൽ കപ്പൽ വിരുദ്ധ ആക്രമണങ്ങൾക്കും തീരദേശ സംരക്ഷണത്തിനുമായി ഇതിന്റെ ഒരു നാവിക പതിപ്പും വികസിപ്പിച്ചേക്കാമെന്ന സൂചനയുണ്ട്. ദീർഘദൂര ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ പ്രഹരശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഈ പുതിയ മിസൈലിന് സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യതയോടെ ആഞ്ഞടിക്കാൻ ഈ മിസൈലിന് കഴിയും. ഭൗമി മിസൈൽ ഒരു ഫയർ ആൻഡ് ഫോർഗറ്റ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതായത് ഒരിക്കൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിമാനത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാതെ തന്നെ ഇത് ലക്ഷ്യസ്ഥാനം ഭേദിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ വിക്ഷേപിക്കുക മാത്രമേ ഉള്ളൂ, അതിനുശേഷം നമ്മൾ മിസൈലിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ മിസൈലിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ മിസൈലിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി സുഖോയ് വിമാനങ്ങളുടെ മിഷൻ കമ്പ്യൂട്ടറുകളും ഡിസ്പ്ലേ പ്രോസസ്സിംഗുകളും ആവശ്യമായ സോഫ്റ്റ്വെയർ മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.